നമസ്തേ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പൂന്താന ദിനത്തെപ്പറ്റിയാണ് പറയുന്നത്. എല്ലാവരും കേൾക്കണം. ഇന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇരട്ടി ഫലം കിട്ടും എന്നാണ് പറയുന്നത്. കാരണം പൂന്താനം എന്ന് പറഞ്ഞാൽ അത്ര വിശിഷ്ട ഭക്തനായിരുന്നു ഭഗവാന്റെ. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ വിശേഷ ദിനങ്ങളിൽ ഒന്നാണ് പൂന്താന ദിനം. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനും മഹാപണ്ഡിതനുമായിരുന്ന പൂന്താന നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് പൂന്താന ദിനം ആചരിക്കുന്നത്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് പൂന്താന ദിനം. ഈ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയാൽ ഗുരുവായൂരും മൂകാംബികയിലും ഒരുമിച്ച് തൊഴുതാലുള്ള ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരിലെ വിഗ്രഹത്തിൻ്റെ മഹിമ പറയണ്ടല്ലോ. പാതാളാഞ്ജന ശിലയാണ്. പിന്നെ സ്ഥലനാമം ഗുരുവായൂരെന്ന സ്ഥലനാമത്തിലും ദേവഗുരുവായ ബൃഹസ്പതിയും ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാൽ ഗുരുവായൂരെന്ന നാമം ലഭിച്ചു. ഗുരുവും വായുവും പ്രതിഷ്ഠാ മാഹാത്മ്യത്താലും ശ്രേഷ്ഠമായ മഹാപുണ്യഭൂമിയാണിത്. വസുദേവരും ദേവകിയും ദ്വാരകയിൽ വെച്ച് പൂജിച്ച വിഗ്രഹമാണ് ഇവിടുത്തേത്. ഈ ഗുരുവായൂരിലെ ഇപ്പോഴത്തെ വിഗ്രഹം ദിവസേന 12 സമയത്തും 12 ഭാവങ്ങളാണ് ഗുരുവായൂരപ്പന്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു ദിവസമെങ്കിലും ഭജനമിരുന്നാൽ അത് അവർക്ക് ജന്മസാഫല്യമാണ്. അത് ദിവസം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലിരുന്നാൽ അത് അത്രയും അത്യുത്തമമാണ്. ഐഹിക സുഖങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് ഭക്തിയുടെ പ്രാധാന്യവും മനസ്സിലാക്കി തരുന്ന പൂന്താനത്തിൻ്റെ കൃതിയായ ജ്ഞാനപ്പാന ഈ പൂന്താന ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ കേട്ടിരുന്നാൽ ഒരുപാട് പുണ്യം ഭഗവാൻ കൊടുക്കും. അതാണ് ഇവിടുത്തെ വിശ്വാസം. എല്ലാവരും ഇത് കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം. ഇതിൻ്റെ ലിറിക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവരും കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കേൾക്കുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും അതൊന്ന് ലൈക്ക് ചെയ്യണം, ഒരു കമൻറ്റൊക്കെ എഴുതണം. നമസ്തേ, എല്ലാവർക്കും നന്ദി. ജ്ഞാനപ്പാന ചൊല്ലാം. ഇതിന് മുമ്പ് ഞാനൊന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം വായിക്കണം. അപ്പം ഏതായാലും വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്നീ നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മറപ്പു കയറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കെതുമേ. ഭുവനങ്ങളെ കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം
മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ചുഴന്നിടുന്ന സംസാര ചക്രത്തിലുഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. മുന്നമീ കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നോ കണ്ടറിവാകുന്ന വസ്തുവായി. ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിലൊന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടേ നാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമം കർമ്മവും. ബ്രഹ്മവാദിയായി ചീച്ചയേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും. ബ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും. ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നത് ഭുവനാന്ത്യപ്രളയം കഴിവോളും. കർമ്മപാശത്തെ ലംഘിക്ക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകലം കൊണ്ടോരോരോ ജന്തുക്കൾ. ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭവവും വന്നു ക്രമത്താലേ. നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തെങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളും ഒക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവുമെള്ളോളമില്ലവർ. പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു.
അസുരന്മാർ സൂരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. നാരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനൊരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനൊരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം ചില കർമ്മങ്ങൾ ഭൂമിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ. ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം. ഒടുങ്ങിടുമാതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റുന്നെന്നും പറയും കണക്കിനെ. കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യജ്ഞമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകൾ 6 മറ്റു ഖണ്ഡങ്ങളെട്ടിലുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടികൂറകയോ നാവു കൂടാതെ ജന്മമതാകയോ
നമുക്കിന്നീ വിനാശമില്ലായ്കയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്ര ജന്മം മാലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും. എത്ര ജന്മങ്ങൾ മണ്ണിക്കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും. എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മങ്ങൾ മൃഗങ്ങൾ പശുക്കളായി. അതു വന്നിട്ടീ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 12 പോയി. തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോളെ പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. അത്രമാത്രമിരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരമനായാടുന്നിതു ചിലർ. കോലഹങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉന്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കെയെന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേപം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമധുരകങ്ങളതുകൊണ്ടും. അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു എത്ര നേടുന്നീതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്രേ നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നെന്നും. ആശയായുള്ള പാശമതിങ്കെന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാലയർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാതില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും എത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരൊള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു.
ഞാൻ ചുരുക്കി പറയുവാണേ. ഹരിഷാശു പരിപ്ലൂതനായിട്ട് പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങളശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസൂരനാകിലും നാവോ കൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു. ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുമിന്നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴകാകിലും പിഴയാകിലും പിഴകേടന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒരുപാട് കാര്യങ്ങൾ നമസ്തേ എല്ലാവരും കേൾക്കണേ. ഒരുപാട് കാര്യങ്ങൾ പൂന്താനം പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് പരിഹസിച്ച് വേറൊരു കൃഷ്ണ രാമ എന്നൊക്കെ നമ്മൾ പരിഹരിച്ച് വേറെ ഒന്നായിട്ട് പറഞ്ഞാൽ പോലും ആ നാമങ്ങളൊന്നും ഒരു ദിവസം ഒരു നേരം എങ്കിലും ഈ കൃഷ്ണനാമങ്ങൾ രാമനാമങ്ങൾ ഭഗവതിയുടെ എന്താണ് ശിവൻ്റെ ഈ നാമങ്ങളൊക്കെ നമ്മൾ ഒരു നേരം ഒരു ദിവസം ഒരു നേരമെങ്കിലും ഏതെങ്കിലും ഒരു നാമം ഇങ്ങനെ ഉരുവിട്ടിരുന്നാൽ പോലും നമുക്ക് ബ്രഹ്മത്തിൽ ചേരുവാൻ കഴിയുമെന്നാണ് പൂന്താനം പറയുന്നത്. അപ്പം ഈ ഭാഗമൊക്കെ വായിച്ച് നമ്മൾ നിർവൃതി അടയുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലേ. ഒരുപാട് തത്വങ്ങൾ ജീവിതത്തിൽ ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ 5000 വർഷം മുമ്പാണ് ഈ പൂന്താനം ഇത് എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കെ ആ കലികാലത്തെ മനസ്സിൽ കണ്ട് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. എല്ലാവരും ഇത് കേൾക്കണം. ഇത് കേട്ടിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താണ് വായിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ മൊത്തം ഇതിലിടുന്നുണ്ട് ഡിസ്കഷൻ ബോക്സിൽ. എല്ലാവരും കേൾക്കണം, കേട്ടിട്ട് ഇതൊന്ന് ധ്യാനിക്കണം. ഇതെന്ത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മദനെ പോലെ നൃത്തം കുതിക്കണം. മത്തനെ പോലെ നൃത്തം കുതിക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങളശേഷമൊഴിഞ്ഞിടും. എന്ത് സത്യമാണ് ഭഗവാനെ.
നിന്നിൽ അലിഞ്ഞ് ചേരാൻ ഈ നാമങ്ങളൊക്കെ ഓർത്തും കേട്ടും ഇല്ല. നമ്മൾ ഗുരുവായൂർ പോകുമ്പം 5 മണിക്ക് ആ പീലീലയാണോ എന്ന് തോന്നുന്നു, ആ സുന്ദരമായ ആ ശബ്ദത്തിൽ അത് കേൾക്കുമ്പം നമ്മൾ അവിടെ മതിമറന്ന് നിന്ന് പോകും, അത്ര ഭംഗിയായിട്ട് അത് കേൾക്കുമ്പം. അപ്പം ഇത് എല്ലാം ഈ കർണമധുരമായിരിക്കും. ഇപ്പം ഞാനിപ്പം ഈ ചൊല്ലുന്നതൊക്കെ അത്രയും വലിയ ഇതൊന്നുമില്ല, എനിക്ക് അത്ര അറിവൊന്നുമില്ല. എന്നാലും എനിക്കറിയാവുന്നത് വെച്ച് ഞാനിതൊക്കെ ചെയ്യുകയാണ്. എല്ലാവരും കേൾക്കണം. ഭഗവാന്റെ നാമങ്ങളാണിതെല്ലാം. അപ്പോൾ അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി ഇതൊന്ന് വായിക്കണം. എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് ഈ ദിവസം, പുന്താനത്തിൻ്റെ ഈ ദിവസം ജ്ഞാനപ്പാന വായിക്കണമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ഗീതയും ആയാലും ജ്ഞാനപ്പാന ആയാലും രാമായണം ആയാലും ഭാഗവതമായാലും എല്ലാം രാമായണത്തിൽ രാമൻ്റെ കഥ, അതും വേറൊരു അവതാരം. എന്നാലും ഈ ഭഗവത്ഗീതയിലും പിന്നെ നമ്മുടെ ഗീതയിലും ഭാഗവതത്തിലും എല്ലാം ഭഗവാന്റെ നാമങ്ങൾ എടുത്ത് ഓരോരുത്തരും ഓരോരോ ഓരോ കൃതികൾ എഴുതിയിട്ടുണ്ട്. ആ കൃതികളെല്ലാം വായിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും കൃഷ്ണ രാമ ഗോവിന്ദ എന്നുള്ള ആ ഒരു കാര്യമെങ്കിലും സിനിമാ പാട്ടായിട്ടെല്ലാം ഉണ്ട് ഭഗവാന്റെ നാമങ്ങൾ. എല്ലാവരും ഇതൊക്കെ കേട്ട്, ഇതൊക്കെ ധ്യാനിച്ച്, ഇതൊക്കെ പഠിച്ച് എല്ലാവരും മോക്ഷം നേടണം. മോക്ഷം നേടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഒരു ജന്മം ഉണ്ടായി, ആ ജന്മം നല്ലതിനായിട്ട് ചിലവഴിക്കണം. അപ്പം ഈ നമ്മളുടെ അടുത്ത തലമുറകൾ 7 ജന്മം വരെ നമ്മൾ ഈ ചെയ്യുന്ന കാരണങ്ങളല്ല, 7 തലമുറ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ തലമുറയ്ക്ക് ഗുണമുണ്ടാവും എന്നാണ് വിശ്വാസം. ഭാഗവതത്തിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എല്ലാം പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ വായിച്ച ഭാഗങ്ങളും കേട്ട ഭാഗങ്ങളൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചൊല്ലിയിടുന്ന നാമം പ്രകൃതിയിലുണ്ട്. ഇത് ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മുടെ 7 ജന്മത്തിലെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരുത്തും. ഈ ധനമൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല. ഈ അത്യാഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാം എല്ലാവർക്കും. പക്ഷേ ആ ധനം അത് നേരാവണ്ണം ഉപയോഗിക്കണം. ഒരിക്കലും അത് മറ്റു വഴികളിലൂടെ, വേണ്ടാത്ത വഴികളിലൂടെ ചിലവഴിച്ചാൽ അതൊന്നും നിലനിൽക്കത്തില്ല, അല്ലേ? ധനങ്ങൾ വേണം നമുക്ക്. ഇപ്പോൾ ശമ്പളം വാങ്ങിക്കുന്നു, മാസാവസാനം ശമ്പളം മേടിക്കുമ്പം ഹോസ്പിറ്റൽ കേസ് വന്ന് ആ മേടിച്ച ശമ്പളമെല്ലാം അങ്ങ് പോയില്ലേ? അതിപക്ഷം ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ആ ആപത്ത് നമുക്ക് വരത്തില്ല. അപ്പം നമ്മുടെ കയ്യിൽ കാശുണ്ട്. അങ്ങനെയാണ് കാശ് വരുന്നത്. അല്ലാതെ ആരെയും കബളിപ്പിച്ചോ മോഷ്ടിച്ചോ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ വരുന്നത്. നമുക്ക് അത്യാപത്തൊന്നും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കണം. അതാണ് അനുഗ്രഹം. നമ്മളെ കയ്യിൽ കിട്ടുന്നതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഹോസ്പിറ്റലിലും വേണം, അങ്ങനെയല്ല, ഹോസ്പിറ്റലിൽ വേണ്ടെന്നല്ല. പക്ഷേ നമ്മൾക്ക് ചിലപ്പം വളരെ തുച്ഛമായ ശമ്പളമായിരിക്കും. അതുകൊണ്ട് മൊത്തം ആശുപത്രി കൊടുത്താൽ നമുക്ക് ജീവിക്കണ്ടേ? അതിന് പിന്നെ കടം വാങ്ങിക്കണ്ടേ? പിന്നെ അത് പലിശ കൊടുക്കണ്ടേ? അങ്ങനൊന്നും വരാതെ നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെ ഒതുക്കി കിട്ടണമെന്നാണ് ഭഗവാന്റെ അടുത്ത് പറയേണ്ടത്. അല്ലാതെ ഒന്നുമല്ല, അത്യാർത്ഥിയല്ല. നമുക്ക് കിട്ടുന്നത്, കൽപ്പിച്ചത് നമുക്ക് കിട്ടുമ്പം അത് നമുക്ക് ഉപകരിക്കണേ ഭഗവാനേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എപ്പോഴും നാമങ്ങൾ പറയുക, വേറെ ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മൾ ആ വഴിപാട് ചെയ്താലും ഈ വഴിപാട് ചെയ്താലും ഒന്നും പ്രാർത്ഥിക്കാതെ ഞാൻ കൊണ്ടുവന്ന് പിന്നെ സൂര്യാസ്തമന പൂജ ചെയ്തിട്ട് എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ ഞാൻ പൂജ ചെയ്തിട്ട് എന്ത് ഫലം? ഒരു ഫലവുമില്ല. നമ്മളൊരു അർച്ചനയ്ക്ക് കൊടുത്താൽ പോലും, അന്നൊരു തിരുമേനി പറയുന്നത് ഞാൻ കേട്ടു. തിരുമേനി പറയുന്നത്, നിങ്ങളൊരു അർച്ചനയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, തിരുമേനി അവിടെ പൂജ ചെയ്യുമ്പോൾ